വഴിയിൽ മുന്നേറുന്ന പെൺ നക്ഷത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്ത്രീകളുടെ സ്വന്തം വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് രണ്ട് യങ് ടാലൻസ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരായ നൂബിൻ ആൻഡ് നീനു. സോ ലെറ്റ്സ് വെൽക്കം നൂബിൻ ആൻഡ് നീനു. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾ രണ്ടുപേരും മുന്നേ സുഹൃത്തുക്കളാണോ? സുഹൃത്തുക്കളായിരുന്നു. ഇപ്പൊ അല്ല. ഞാൻ ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നെ കൂടി നിങ്ങളുടെ സുഹൃത്തായിട്ട് ഇനി മുതൽ കാണണം എന്നുള്ള ഒരു അപേക്ഷയിൽ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിലൊരു കുഞ്ഞു കാര്യമുണ്ട്. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. എവിടെ? നമ്മള് പണ്ട് ദത്തൂത്രി എന്ന് പറഞ്ഞ സീരിയൽ ഇല്ലായിരുന്നോ? അതിൻ്റെ അകത്ത് ആ മറ്റേ ഹിന്ദിക്കാരൻ കളക്ടറായിട്ട് ആദ്യം ഞാനായിരുന്നു അവിടെ ഇരുന്നത്. അപ്പൊ ഞാൻ അവിടെ ഒരു 2-3 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. ജാടയിട്ടു. അന്നേരം ആ സോങ് ഒക്കെ എടുക്കുന്ന സമയമായിരുന്നു. സോറിടാ. ഇനി മുതൽ നമ്മൾ ഞാൻ എവിടെ വെച്ച് കണ്ടാലും എന്ന് പറഞ്ഞ് ഓടി വരും. ഓക്കെ. അപ്പോൾ ഇനി കുറെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. പ്രേക്ഷകർക്കും നിങ്ങളുടെ വിശേഷങ്ങളും ഗെയിംസും പാട്ടും ഡാൻസും ഒക്കെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, റെഡി? ഓക്കെ, നൂബിൻ ആൻഡ് നീനു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൂന്നാറിൽ നിന്ന്, അതായത് ഭയങ്കര ഹൈ റേഞ്ച് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് ഒരു റേഞ്ചുള്ള നടനെ നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്നാറിലെ ജീവിതവും അതിനുശേഷം ഇപ്പോൾ ട്രിവാൻഡ്രത്തെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ കൂടുതൽ സമയം. എങ്ങനെയാണ്? മൂന്നാറാണോ ഇഷ്ടം അതോ ട്രിവാൻഡ്രാണോ ഇഷ്ടം? ഉറപ്പായിട്ടും മൂന്നാർ മൂന്നാറാണ് ഇഷ്ടം. അതെ, അവിടുത്തെ ഒരു ശുദ്ധമായ കാറ്റും വായുവും. മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫിൽ അപ്പാർട്ട്മെന്റിലൊക്കെ ജീവിക്കുന്നത്, താമസിക്കുന്നത്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ ആൾക്കാരെ എന്ത് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാർട്ട്മെന്റ് തൊട്ടപ്പുറം ആരാന്നോ ഒന്നും അറിയില്ല. ഈ നമ്മുടെ നീനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ മലപ്പുറം, അതായത് ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് മലപ്പുറം ഒക്കെ. മലപ്പുറത്തെ വിശേഷങ്ങൾ പറയൂ. ഇപ്പൊ കുറെ നാളായിട്ട് ട്രിവാൻഡ്രം. ഒരു 12 വർഷത്തെ കൂടുതലായിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ട്രിവാൻഡ്രാണ്. അപ്പൊ കുഞ്ഞിലേ ആയിരുന്നു മലപ്പുറത്ത്. ഞാൻ 3rd സ്റ്റാൻഡേർഡ് വരെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പോകും, ഫാമിലി റിലേറ്റീവ്സും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഒരു 2 years അങ്ങനെയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് പോകും, വിസിറ്റ് ചെയ്യും, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് സത്യ എന്ന പെൺകുട്ടിയില് ബുള്ളറ്റില് ഭയങ്കര മാസ് എൻട്രി ഒക്കെ ആയിരുന്നു. അപ്പൊ തന്നെ ആൾക്കാർ ചോദിച്ചു, ഇത് പെൺകുട്ടി എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നൊക്കെ കുറെ പേര് ചോദിച്ചു കാണും. അത് വലിയ ട്വിസ്റ്റ് ആയിരുന്നു. കാരണം അതിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് ഡയറക്ടറെ കണ്ടു, ഫൈസൽക്കെ കണ്ടു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു ഏതാ പുതിയ പ്രോജക്റ്റ് എന്നൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അപ്പോൾ തമിഴും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫൈസൽക്ക് പറഞ്ഞു നമ്മളിങ്ങനെ സത്യ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിട്ടതാ. പിന്നെ പെട്ടെന്ന് വിളിച്ച് ചെയ്യാൻ പറ്റുമോ ക്യാരക്ടർ, മീൻസ് ഈ ക്യാരക്ടർ മുമ്പും വന്നു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ലായിരുന്നു. കാരണം അറിയാമായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, ഒരു ചലഞ്ചിങ് ക്യാരക്ടർ ആണെന്നുള്ളത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് രണ്ടാമതൊന്നും ചിന്തിച്ചാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ആൺകുട്ടിയായിട്ട് എനിക്ക് ആൺകുട്ടിയായിട്ട് മതിയായിരുന്നു എന്ന കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാം, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ആൺകുട്ടിയായിട്ട് മതിയായിരുന്നില്ല, ആൺകുട്ടി തന്നെയാണ്. ഭയങ്കര ആക്റ്റീവാണ്, ഒരു രക്ഷയില്ല. ഓ അത് ശരി. ഞങ്ങള് നേരത്തെയാണ് ഇതൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വന്നൊരു 2 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് ദിവസം തന്നെ കമ്പനി ആയില്ലേ. അപ്പം പുള്ളിക്കാരത്തി ഭയങ്കര ആക്റ്റീവാണ്, ആൺപിള്ളേരെ പോലെ തന്നെയാണ്. ആൺപിള്ളേരെ പോലെ തന്നെ സംസാരിച്ച് ഡ്രസ്സിംഗ്. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടപ്പോ ഭയങ്കര ഒരു പാവം പെൺകുട്ടി പോലെ. ഇത്ര നേരം പുറത്തിരുന്നപ്പോഴും സംസാരിച്ചാൽ മുത്തുപൊഴിയുന്നു. അല്ലേ, കുറച്ചു നേരം പുറത്തിരുന്നപ്പോൾ പോലും കലകല അമ്മ ഈ ഡ്രസ്സ് മതി അത് മതിയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചിലപ്പോ ആ ഒരു ലുക്കിലായിരിക്കും വരിക, അതായത് ഇങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കും വരിക എന്ന് ഞാൻ വിചാരിച്ചു. അല്ല, അത് ആ ഒരു ലുക്കിൽ കണ്ടിട്ട് പെണ്ണായിട്ട് പലരും കാണാത്തതുണ്ട്. ഒരു പെണ്ണിന്റെ ലുക്കിൽ പലരും കണ്ടിട്ടില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ എന്നാ ശരി, റെഡ് കാർപ്പറ്റിൽ വരുമ്പോ ഒരു പെണ്ണിന്റെ ലുക്കിൽ ഈ എന്താ പറയാ, എന്തിനാണ് കരഞ്ഞത്? ഉണ്ണിമൂന്നിന്റെ കൂടെ ഡാൻസ് കളിക്കുന്നത് കരഞ്ഞത് എന്തിനാണ് കുട്ടി? ഉണ്ണിമുഖത്തിനോട് അതൊന്നും ചോദിക്കുന്നത്. അത്
അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ആ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ തുറന്നു മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് ജീവിക്കരുത്. അത് ഞാൻ രാവിലെ തലേ ദിവസം നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഉണ്ണിമുഖം വരിക എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മളെ കണ്ടപ്പോഴും കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഓക്കെ നമ്മൾ സ്റ്റേജിൽ വരും, അപ്പോൾ കുറേ സംസാരിക്കാൻ കാണും. ആ രീതിയിൽ നിൽക്കുമ്പോൾ എനിക്കാണെങ്കിലും ഞാൻ ഡാൻസിന് റെഡിയായി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമിലായിരുന്നു, പെട്ടെന്ന് മാറാൻ പറ്റുന്നില്ല. അയ്യോ ഇപ്പോൾ വന്നു പോകും എന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു എന്നെ നമുക്ക് ആദ്യമേ പരിചയപ്പെടാം, പക്ഷെ അതിനൊന്നും പറ്റാപ്പോൾ പോകും എന്നുള്ളതായപ്പോൾ എനിക്കങ്ങ് അയ്യോ എൻ്റെ പിഞ്ചു മനസ്സ് അപ്പൊ ആ പെൺ ഹൃദയം ഉണർന്നതാണ് ആദ്യമായി പെൺ ഹൃദയം. എന്തായാലും ഉണ്ണിമുഖത്തിന് ഈ പ്രോഗ്രാം കാണട്ടെ, എത്രയും പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ മാത്രമല്ല സിനിമയിൽ അഭിനയിക്കാനും കൂടി വിളിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഈ നൂബിൻ പറയൂ, അതായത് ഷൈൻ നിഗമിന്റെ ഛായ ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്? ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണോ? ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ഈ ലൊക്കേഷനിൽ വന്നപ്പോഴും കുറേ പേര് പറഞ്ഞു അതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നോക്കിയിട്ട് അതുപോലെ ഉണ്ടെന്ന് തോന്നിയില്ല. നമുക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഒരു മോഡലിംഗ് രംഗത്താണല്ലോ ആദ്യം വന്നത്, അപ്പൊ ഒരു മോഡൽ ആവാനാണോ ആഗ്രഹിച്ചത്? അതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവനിവിടെ ഉണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ അവിടെ മിമിക്രി, മോണാക്ട് അവിടെ എല്ലാം ചെയ്തിട്ട് ഭയങ്കര ആക്റ്റീവാണ്. ബിനു എന്നാണ് പേര്. അപ്പം സ്കൂളിൽ ഭയങ്കര താരമാണ്. അപ്പോൾ നമുക്കും എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പെൺപിള്ളേരൊക്കെ എടുത്തൊന്ന് സെറ്റ് ആവണം. അപ്പം ആ ടൈമിലാണെങ്കിൽ ഫുള്ള് മുടിയൊക്കെ കെട്ടിവെച്ച് അങ്ങനെയൊക്കെ തന്നിട്ട് ഒരു മൈൻഡിൽ ഇവന് 2 പ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് അടിച്ചു. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു നാടകം പ്ലാൻ ചെയ്തു. അപ്പം അങ്ങനെയെങ്കിലും പോയി ഒന്ന് തകർത്ത് ആകാമെന്ന്. അപ്പം കുറേ ഡയലോഗുകൾ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയി. എൻ്റെ പൊന്നെ ആകെ നാണം കെട്ടി ഡയലോഗ് എല്ലാം മറന്നുപോയി. എന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലൊരു പുള്ളിക്കാരി മരിച്ചു പോയെന്നാണ് അതിൻ്റെ അടുത്ത് പറയണേ. ഞാൻ എന്നിട്ട് എൻ്റെ വൈഫിനോട് പറയും വൈഫ് മരിച്ചു എന്ന് തന്നെ. ആകെ കയ്യും കാലും വിറച്ചിട്ടേ ഷൈൻ ചെയ്യാൻ പോയ ആള് ശശിയായി. എന്നിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നത്. കാരണം എല്ലാവരും മുമ്പിൽ ഒന്ന് സെറ്റായി വരണമെന്ന് ഓർത്ത് പോന്നിട്ട് അവസാനമാണ് ഞാൻ പോകുന്നത്. പിന്നെ പക്ഷെ അവരൊക്കെ ഇപ്പൊ കണ്ടിട്ട് ഞെട്ടുന്നുണ്ടാവൂല്ലേ? പ്രതീഷ് എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയും ഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി പേരുടെ ഇതിലാണ്. സൂര്യയിലാണെങ്കിൽ ആദ്യം ഞാൻ ഒരു വർക്ക് ചെയ്തേ, അതും എൻ്റെ ഒരു ഭാഗ്യത്തിനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓഡിയേഷൻ വെക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ബോബൻ ചേട്ടനില്ലേ, ബോബനാഥ് കൂടെ ചേട്ടൻ്റെ അനിയനായിട്ടൊരു ക്യാരക്ടർ വേണമായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് വേറെ ആരും വന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വന്നു, അവർക്ക് വേറെ നിവൃത്തിയില്ല, എടുത്ത് അന്ന് ഉച്ചയായപ്പോഴത്തേക്കും വേറൊരാൾ വന്നു. അവൻ അടിപൊളിയായിട്ട് ആക്ട് ചെയ്യും. ഞാനാണെങ്കിൽ ഇങ്ങനെ റോബോട്ട് നിൽക്കുന്ന പോലെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരനക്കില്ല. ഇപ്പോഴും നന്നായിട്ട് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞത്. അന്ന് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ നിർത്തത്തില്ലേ, അതൊന്നും ഇല്ലായിരുന്നു. ഒറ്റ പോക്ക എങ്ങനെയെങ്കിലും ഡയലോഗ് തീർക്കണം. അപ്പൊ ഞാൻ അന്നേരം സീൻ നോക്കുമായിരുന്നു. എൻ്റെ പൊന്നെ കുറേ ഡയലോഗ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചങ്കിന് വേദനയാണ്. എങ്ങനെ പറയും അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ അവരെന്തെങ്കിലും പഠിപ്പിച്ച് ഇപ്പൊ എങ്ങനെയുണ്ട്? അതായത് ഇപ്പൊ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ചങ്കില് വേദനയാണോ അതെയോ എനിക്ക് കുറെ ഡയലോഗ്സ് കിട്ടിയത് സന്തോഷം? ഇപ്പം ഡയലോഗ് ഇല്ലെങ്കിലല്ലേ നമുക്ക്, സീൻസ് ഒക്കെ കൂടുതലാണെങ്കിലാണ് നമുക്ക് സന്തോഷം. കാരണം നമ്മൾ അത്രയും നേരം ഫ്രെയിമിലുണ്ട്, അത്രയും ഡയലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ? അതെ. ആൻഡ് സത്യ എന്ന പെൺകുട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോ, അതായത് പുറത്തു പോകുമ്പോ നമ്മൾ അതേപോലെ വിഗ് വെച്ചിട്ടല്ലല്ലോ പോകുന്നില്ല. അപ്പൊ ആൾക്കാർ തിരിച്ചറിയാറുണ്ടായിരുന്നോ മുഖം വെച്ചിട്ട്? അത് 2 ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് കണ്ണെഴുതി മാസ്കും വെച്ചാൽ പോകുന്നെങ്കിൽ പോലും പെട്ടെന്ന് ചോദിക്കും സത്യല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, ഇതെങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നത്. എന്നാൽ ചിലവർക്ക് നമുക്ക് വിഗില്ലാതെ നോർമലി കണ്ടാൽ പോലും സത്യനെ നന്നായിട്ട് അറിയായിരിക്കും, നമ്മളെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ പറയും സത്യ നല്ല സില്ലായിരുന്നു അങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയും. അപ്പോൾ പറയാം അതായത് ഞാനായിരുന്നു അത്, അയ്യോ ഇതായിരുന്നു കണ്ടിട്ട് മനസ്സിലായില്ല, അങ്ങനെ പറയുന്നവരും ഉണ്ട്. രണ്ടും എന്നാലും മനസ്സിലാക്കാൻ പറ്റുന്നവരും കുറെ പേരുണ്ട്. ഇനി എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാനാണ് ഒരു ഡ്രീം? മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി മോസ്റ്റ്ലി നല്ലൊരു സുന്ദരിയായ പട്ടുസാരിയെ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ റൊമാൻറ്റിക് അങ്ങനത്തെ ചെയ്യണമെന്നുണ്ട്. ഒരു മാൻലി ടച്ച് ഇല്ലാത്ത പക്ക. ഈ നൂബിന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, ആരാധികമാരുണ്ടോ? എന്താണ് പ്രണയം? 4 വർഷത്തെ പ്രണയം എവിടം വരെ എത്തി? പ്രണയം ഏകദേശം ഒരു 3-5 മാസത്തിന് ശേഷം വിവാഹം കാണും. 3-5 മാസത്തിന് ശേഷം വിവാഹം കാണും. അടിപൊളി. മൂന്നാറിലാണോ? അല്ല, കോട്ടയത്താണ്. പേര് പറയില്ല. ശരി, കോട്ടയം വരെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ കോട്ടയത്ത് ഒരു അന്വേഷണം, കോട്ടയംകാരി ഒരു കുട്ടിയാണ്.
നൂബിന്റെ ജീവിത സഖിയായി വരാൻ പോകുന്നത്. തൽക്കാലം അവിടെ നിൽക്കട്ടെ അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പ്രണയം? അതായത് എവിടെ വെച്ചിട്ട് ആദ്യം കണ്ടത്? അത് നമ്മുടെ ഒരു ആന്റിയുടെ വീടിന്റെ അടുത്തായിരുന്നു. ആന്റിയുടെ വീടിന്റെ അടുത്ത് വെക്കേഷന് പോയതാ? വെക്കേഷന് പോയത്. എന്നിട്ട് മിക്ക സ്ഥലത്തും വെക്കേഷന് പോകുമ്പോൾ ഒരു പ്രണയം ഉണ്ടോ? വെക്കേഷൻ പിന്നെ പുള്ളിക്കാരത്തെ അങ്ങനെ ഇപ്പൊ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും മൂവി ചെയ്യണമെങ്കിൽ അവൾക്കാണ് എന്നെക്കാളും കൂടുതൽ ആഗ്രഹം. എന്നോട് പറയാം അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പോഴും അതെ. ഈ ആക്ടിംഗിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രണയമായിരുന്നല്ലോ അല്ലേ? അതെ അതെ അതെ. സോ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ അതൊന്നും പ്രശ്നമല്ല? അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി എന്തെങ്കിലും ആർട്ടായിട്ട് റിലേറ്റഡ് ആണോ? ഇല്ല, പുള്ളിക്കാരി ഡോക്ടറാണ്. ഓ അടിപൊളി. അപ്പൊ രണ്ട് വേറിട്ട ഹാർട്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാള്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഡോക്ടറും ഒരു കലാകാരനും കൂടി ഒന്നിക്കാൻ പോവാണ്. സോ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം കേട്ടു, അതായത് എന്ത് കേസ് കെടുത്താലും നോബിൻ അത് വാദിച്ച് അടിപൊളിയായിട്ട് ആ കക്ഷിയെ കേസ് ഊരി കൊടുക്കുന്നു. എന്റെ പൊന്നെ, അതെന്താണ് അങ്ങനെ? ഞാൻ LLB പഠിക്കാൻ പോയായിരുന്നു. പഠിക്കാൻ പോയതേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിന്റെ ടൈമിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഷൂട്ടില്ലേ, ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം അതിന്റെ ചില സമയത്ത് നമുക്ക് ഇന്ന് എക്സാം ആണെങ്കിൽ പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അടുത്തതേ ഉള്ളൂ. അപ്പൊ അന്നേരത്തേക്ക് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഇനിയാണെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടിന്യൂ ചെയ്യായിരിക്കും. ഉറപ്പായിട്ടും എന്തായാലും അങ്ങനെ ഒരു മോഹം മനസ്സിലുണ്ട്, ഒരു അഡ്വക്കേറ്റ് ആവണം ആഗ്രഹമുണ്ട്. വാദിച്ച് ജയിച്ച്. അത് ഞങ്ങളൊരു 3-4 കൂട്ടുകാർ കൂടി ഒരുമിച്ച് അങ്ങനെ പോയതാ. ഇഷ്ടമായിട്ട് പോയതല്ല, ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. ബാംഗ്ലൂർ പോയി ഞങ്ങൾ വിചാരിച്ച് ബാംഗ്ലൂരൊക്കെ പോയി ഒന്ന് അടിച്ചു പൊളിച്ച് LLB കിട്ടുവാണെങ്കിൽ ഞങ്ങൾ നൈസായിട്ട് അങ്ങനെ പോയതാണ്. അപ്പൊ ഇനിയിപ്പോ എഴുതിയെടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഒരു ഗെയിം കളിക്കേണ്ട സമയമായി. നിങ്ങളിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. നമ്മളൊരു അടിപൊളി ഗെയിമിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവാണ്. റെഡിയല്ലേ? റെഡിയാണ്. യെസ്, വരും. സോ ഇവർക്കുള്ള ഗെയിമിന്റെ പ്രോപ്പർട്ടിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഇതുപോലെ റെഡിയാക്കി വെക്കണമായിരിക്കും. വെരി ഗുഡ്, ബ്രില്യന്റ് ബോയ്. ഈ ബ്ലോക്ക് അതേപോലെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം, മനസ്സിലായോ? അതായത് കളേഴ്സ് ഒന്നും മാറരുത്, എല്ലാം അതേപോലെ ആയിരിക്കണം, എണ്ണം ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ആൻഡ് 1 മിനിറ്റ് സമയം ഞാൻ തരുള്ളൂ. ആരാദ്യം കളിക്കും? നോബിനാണ് ആദ്യം ചെയ്യുന്നത്. റെഡി? 1 2 3. വെള്ളയല്ല, പച്ച. പച്ചയല്ല, ഇളം പച്ചയാണ്. ഇളം പച്ച ഉണ്ട്. ഈ മഞ്ഞയല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ മഞ്ഞയല്ല, നീലയുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നീലയല്ല, ആ നീലയല്ല, ആ നീലയല്ല, അല്ല ആ നീലയല്ല. വ്യത്യാസമുണ്ട്, അവിടെ നിന്ന് കാണുമ്പോൾ ചേഞ്ച് പോകുന്നതാണ്. ഓക്കെ, അയ്യോ ആ നീലയല്ലേ? ആ നീലയല്ല, എടുക്ക്. എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. പണിവാളി. സമയം കഴിയാറായി, സമയം കഴിഞ്ഞു. 1 മിനിറ്റ് ആയില്ലെന്നോ? ഞങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് 1 മിനിറ്റ് കണ്ടുപിടിച്ചത്. ഇനി ഏതാണ്? ഒരു വെള്ളയും കൂടി വെക്കാനുണ്ടായിരുന്നു. ഇത് ഓക്കെ. ഇനി നീനുവിന്റെ ചാൻസ് ആണ്. റെഡി അല്ലേ? സോ റെഡി? 1 2 3 മ്യൂസിക്. ഇത് ഏത് കളറാണ് വെച്ചിരിക്കുന്നത്? വെള്ളയല്ല, അത് വേറെ ഏതാണ്ട് കളറാണ്. കറക്റ്റ് ആയിട്ട് ചെയ്യേ. സ്പീഡ് ചെയ്യേ. നീല ശ്രദ്ധിക്കണം. നീലയിലാണ് നിങ്ങൾ രണ്ടുപേരും കുടുങ്ങുന്നത്. ഈ നീലയല്ല, ഞാൻ പറയണേ. അവള് നീലയല്ല, പച്ചയല്ല. സമയം ഇനി തീരാൻ പോണേ. 20 മിനിറ്റ്സും കൂടി ഉള്ളൂ. 20 മിനിറ്റ്സോ? അല്ല, 20 സെക്കൻഡ്സ് ഉള്ളൂ. കഴിഞ്ഞോ? ഈ കളർ സെയിം ആണോ? ഇതാരീ വെള്ളം എടുത്ത് വെച്ചത്? അല്ല, ഇത് ഇതിന്റെ സെയിം അല്ലല്ലോ. ആണല്ലോ. അപ്പോ ഈ ഗെയിമിൽ
തീർച്ചയായിട്ടും അവള് ജയിച്ചല്ലോ. ബ്രില്യന്റ് ബോയ് തോറ്റു. ഈ കുട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. നീനു 1 മിനിറ്റിനുള്ളിൽ. കാരണം എന്താണെന്നറിയാവോ, ഇവള് എന്തെങ്കിലും ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ കിടന്ന് കരയൂന്നല്ല പറഞ്ഞേ. ഞാൻ അത് കാരണം മനഃപൂർവ്വം അവള് കരയുണ്ടാന്ന് വിചാരിച്ചിട്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ട്. സ്നേഹം ഇവിടെ പാടില്ല. കാരണം എന്താ വെച്ചാൽ പണിഷ്മെന്റ് ഉണ്ട്. സ്നേഹം അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടുണ്ട്. അടിപൊളി ഒരു പണിഷ്മെന്റ് ആണ് നമ്മള് നോബിന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്. നീനുവിന് വേണ്ടിട്ട് ഒരു ഗിഫ്റ്റും ഉണ്ട്. തീർച്ചയായും. ഓക്കെ, എന്തായാലും നമുക്ക് നോബിനുള്ള പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ഒക്കെ ഒരുപാട് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഒരു 2 ഗ്ലാസ് പാവയ്ക്ക ജ്യൂസ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ തരും. അത് 1 മിനിറ്റിൽ കുടിക്കണം. ഞാനത് 30 സെക്കൻഡിൽ കുടിച്ച് ചേർക്കാം. 30 സെക്കൻഡ് കുടിച്ചെടുക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് പാവയ്ക്ക ഞാൻ ജ്യൂസ്. നേരത്തെ കുടിക്കുമായിരുന്നു. എന്നാ ഗെയിം ഞാൻ മാറ്റി. പറ്റില്ല, ഇത് പറ്റില്ല. ഈ പണിഷ്മെന്റ് ഞാൻ മാറ്റിയിരിക്കുന്നു. പകരം ഈ കുട്ടിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 2 പേരും തുരുതുരാ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഇംഗ്ലീഷ് ഒരു വേർഡ് പോലും യൂസ് ചെയ്യാതെ ശുദ്ധ മലയാളത്തിൽ പറയണം. അയ്യോ, ഇതെങ്ങനെയുണ്ട്? അടിപൊളി. ഇംഗ്ലീഷ് ഒരു വേർഡെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യണം. ശരി. ഓക്കെ, അപ്പോൾ ആദ്യം റെഡിയാണ്. ആദ്യം അതായത് എങ്ങനെയാണ് ബാംഗ്ലൂർ പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ബാംഗ്ലൂർ പോയത്? ബൈ റോഡാണോ ഫ്ലൈറ്റ് പിടിച്ചു പോയോ? എന്തായിരുന്നു? ഞാൻ വണ്ടി ഓടിച്ചു പോയി. എന്ത് വണ്ടി? നമ്മുടെ 4 ടയറൊക്കെ 4 ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കേറിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു? നടന്നു കയറി. നടന്നു കയറാൻ പറ്റും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ? കയറുന്നതിന് മുമ്പ് അവിടെ ആ കൗണ്ടറിൽ ചെന്നിട്ട് എന്തോ എടുക്കണ്ടേ, എന്തോ ഒരു കാർഡ് പോലത്തെ സംഭവം എടുക്കണ്ടേ, അതെന്തായിരുന്നു? നമുക്ക് വിമാനത്തിൽ പോകാനായിട്ട് ഒരു മറ്റേ എന്താ ഒരു ഇതുണ്ടല്ലോ നമ്മളവിടെ കാണിക്കുന്ന ഒരു കാർഡ് പോലത്തെ സംഭവം. നമ്മൾ ഇല്ലിയൊക്കെ വെച്ചുണ്ടാക്കുന്ന മുളയൊക്കെ വെച്ചിട്ടേ, മുളയാ? ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമില്ലേ, എഴുതുന്ന വെള്ള കളർ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ വേഗം പറയും. ഫുഡുകൾ, ഏറ്റവും ഫേവറേറ്റ് ഫുഡ്സ്. കപ്പ, മീൻകറി. ഓ പിന്നെ മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് നിങ്ങൾ എല്ലാരും കൂടെ റെസ്റ്റോറന്റിൽ പോയപ്പോ കഴിച്ച ഐസ്ക്രീം ഇല്ല, അതിന്റെ പേരെന്തായിരുന്നു? ഐസ്ക്രീമിന്റെയോ? ഐസ്ക്രീം. ഈ വൈഫിൽ, അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കാണാനായിട്ട് എപ്പോഴെങ്കിലും MBBS കോളേജിൽ പഠിക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. അവരെന്താണ് ഈ അവിടെ ചെയ്യുന്നത്? അവള് പരിശോധിക്കും. MBBS നഴ്സാണോ ഡോക്ടറാണോ ആ കുട്ടി? അതിന്റെ പറയാ. ഡോക്ടറാണോ? എന്തായാലും അടിപൊളി. അപ്പൊ പെട്ടു. അതായത് ജാഗോ പെട്ട പോലെ നന്നായിട്ട് പെട്ടു. ഡോക്ടർ, നേഴ്സ്. ശരിക്കും ഡോക്ടറിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ വൈദ്യർ. നേഴ്സിന്റെ മലയാളം എന്താണ്? അപ്പോത്തിക്കിരി. എനിക്കറിയില്ലായിരുന്നു. നന്നായി. പക്ഷെ അവിടെയാണ് നമ്മൾ പെട്ടത്. പക്ഷെ ഈ കുട്ടിയാണ് ആ ചോദ്യം കറക്റ്റ് ആയിട്ട് ചോദിച്ചത്. മിടുക്കി.